വീട്ടിൽ നിന്നും ഇറങ്ങി ഭാമയുടെ വീട്ടിലെത്തുന്ന ചന്ദ്രമതി രേവതിനെ സച്ചിനും പുറത്താക്കാൻ കിട്ടിയ അവസരം പാഴാക്കില്ലെന്ന് ഭാമയോട് പറയുന്നു. പിന്നീട് രാത്രിയിൽ ഉറങ്ങാതെ ചന്ദ്രമതി പോയതോർത്തും ശരത്തിന്റെ അവസ്ഥയോർത്തും കരഞ്ഞുകൊണ്ടിരിക്കുന്ന രേവതിനെ സച്ചി ആശ്വസിപ്പിക്കുകയും കുറച്ചുനാൾ കഴിയുമ്പോൾ എല്ലാം ശരിയാകുമെന്നും പറയുന്നു. തുടർന്ന് ശരത്ത് ചെയ്തത് തെറ്റാണെന്നും ഇക്കാര്യത്തിൽ അമ്മേനെ കുറ്റപ്പെടുത്താനാവില്ലെന്നും അമ്മ ഇവിടെ നിന്ന് പോയതിൽ അച്ഛന് നല്ല സങ്കടമുണ്ടെന്നും രേവതി സച്ചിയോട് പറയുന്നു. ശേഷം അച്ഛനും അമ്മയ്ക്കും പിരിഞ്ഞിരിക്കാനാവില്ലെന്നും അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് മാറി താമസിക്കാമെന്ന് രേവതി പറഞ്ഞെങ്കിലും അച്ഛനെ പിരിഞ്ഞ് ജീവിക്കാൻ എനിക്കാവില്ലെന്നും അച്ഛന് ജീവനുള്ളിടത്തോളം അച്ഛന് താങ്ങും തണലുമായി ഞാൻ ഇവിടെ തന്നെ നിൽക്കുമെന്നും മാറി താമസിക്കാൻ പറ്റില്ലെന്നും സച്ചി പറയുന്നു. തുടർന്ന് അമ്മ പരാതി കൊടുത്ത സ്ഥിതിക്ക് ശരത്തിന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെന്നും നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാമെന്നും സച്ചി പറയുന്നു. പിറ്റേ ദിവസം രാവിലെ ചന്ദ്രോദയത്തിലെത്തുന്ന മഹിമ ചന്ദ്രമതിനെ അന്വേഷിക്കുമ്പോൾ വീട്ടിൽ നടന്ന കാര്യങ്ങളും ചന്ദ്രമതി പിണങ്ങിപ്പോയതുമെല്ലാം ശ്രുതി പറയുന്നു. ഇതേ സമയം രേവതി അവിടെ എത്തുമ്പോൾ മഹിമ രേവതിനെയും കുടുംബത്തെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. തുടർന്ന് ഈ സംഭവം ഞങ്ങൾ കൂടെ നാണക്കേടായി എന്ന് പറഞ്ഞ് മഹിമ രേവതിനെ കുറ്റപ്പെടുത്തുന്നത് കേട്ട് അവിടെ എത്തുന്ന സച്ചി മഹിമയ്ക്ക് കണക്കിന് കൊടുക്കുകയും രേവതിനെ കൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ശേഷം വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം മഹിമയോട് പറഞ്ഞതിന് രവീന്ദ്ര ശ്രുതിയോട് ദേഷ്യപ്പെടുന്നു. പിന്നീട് ആന്റണി ശ്രുതിനെ വിളിച്ച് അത്യാവശ്യമായി കാണണമെന്ന് പറയുന്നു. ഇതിനിടയിൽ ശരത്ത് പണം മോഷ്ടിച്ചത് ഞങ്ങൾ കൂടി നാണക്കേടാണെന്ന് പറഞ്ഞ് ആ അവസരം പ്രയോജനപ്പെടുത്തി വർഷേനെ ശ്രീകാന്തിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന മഹിമയ്ക്ക് വർഷയും ശ്രീകാന്തും കണക്കിന് കൊടുക്കുകയും ഞങ്ങളുടെ കുടുംബകാര്യം ഞങ്ങൾ തന്നെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് മഹിമേനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്യുന്നു. പിന്നീട് ശരത്തിനെ കിട്ടാത്തതുകൊണ്ട് അമ്മേനെ പോലീസുകാർ പിടിച്ചോണ്ട് പോയ കാര്യം ദേവു രേവതിനെ വിളിച്ചറിയിക്കുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.